നമസ്കാരം. വീർ സവർക്കറെ സംബന്ധിച്ചുള്ളൊരു ചോദ്യം ഒരു കുട്ടികൾക്കുള്ള പ്രശ്നോത്തരിയിൽ ഉൾക്കൊള്ളിച്ചു. അതൊരു ചരിത്രപരമായ വസ്തുതയാണെങ്കിൽ തന്നെ അങ്ങനെ വീർ സവർക്കറുടെ പേര് ഉൾക്കൊള്ളിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് താല്പര്യമെടുത്ത് കാസർഗോഡ് ഒരു അധ്യാപകനെ, UP സ്കൂൾ അധ്യാപകനെ, ഗുരുപ്രസാദ് മാസ്റ്ററെ സസ്പെൻഡ് ചെയ്ത വിവരം തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് എടുത്ത തീരുമാനത്തിനെതിരെ BJP ശക്തമായ പ്രതിഷേധങ്ങളാണ് ആസൂത്രണം ചെയ്തതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധത്തിലാണ് BJP. കാസർഗോഡിൻ്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ സംബന്ധിച്ച യോഗങ്ങളിൽ BJP പ്രതിഷേധിക്കുകയും അതിനെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ രംഗത്തിറങ്ങുകയും സംഘർഷമുണ്ടാകുകയും പോലീസ് ഏകപക്ഷീയമായി BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യം പോലീസും മുസ്ലിം ലീഗ് പ്രവർത്തകരും ചേർന്ന് സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതുകൊണ്ടൊന്നും പിന്മാറാതെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയും ഇന്ന് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് ഹർ ഘർ തിരങ്ക എന്ന എല്ലാ വീട്ടിലും തിരങ്ക, നമ്മുടെ ത്രിവർണ്ണ പതാക എന്നുള്ള ഹർ ഘർ തിരങ്ക എന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശം ഏറ്റെടുത്തുള്ള ജാഥയും നടത്തിയും ഒക്കെ BJP കാസർഗോഡ് സജീവമായി രംഗത്തുണ്ട്. ഒപ്പം പ്രതിഷേധങ്ങളും ഒട്ടും ശക്തി ചോരാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണവർ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതികരണത്തിന് മാത്രമല്ല, വന്ദേ മാതരത്തെ അപമാനിക്കുന്ന നടപടികൾ കൈക്കൊള്ളുന്ന മുസ്ലിം ലീഗിൻ്റെ വാക്കുകൾ, പ്രവർത്തികൾ, മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗ് ഭാഗഭാക്കായ UDF, കോൺഗ്രസ്സിലെ നേതാക്കൾ, എന്തിന് പ്രതിപക്ഷമായിട്ടുള്ള LDF, ഇവരുടെ ഭാഗത്തു നിന്നെല്ലാം ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളും വാക്കുകളും ഉണ്ടാകുന്നു. ഒപ്പം ഈ ജന്തർ മന്ദറിലെ പാറ്റാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ഒക്കെ അസഭ്യം പറഞ്ഞ നിരവധി ആളുകൾ ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുമ്പോൾ TG മോഹൻദാസിനെ പോലൊരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചെല്ലാം പ്രതികരിക്കുവാനായി കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML നമ്മോടൊപ്പം ഫോണിൽ ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രീമതി അശ്വിനി MLയിലേക്ക് പോകാം. അശ്വിനി MLനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. അശ്വിനി MLയിലേക്ക് പോകാം. മാഡം, ഇപ്പോൾ അവിടെ നടക്കുന്ന സമരം, BJPയുടെ സമരവും പ്രതിഷേധങ്ങളും ഗുരുപ്രസാദ് മാഷിനെ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്നുള്ളതാണ് തുടങ്ങിയത്. ഈ സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെതിരെ BJP പ്രതിഷേധിച്ചിരുന്നു. എങ്ങനെയാണ് ഈ സമരപരിപാടികൾ മുന്നോട്ട് പോകുന്നത്? ഈ പശ്ചാത്തലം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിവരിക്കാമോ ദേവി? ഇത് അതന്നെ, ആക്ച്വലി അതെ, ഇന്നലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങളുടെ ജില്ലയിൽ ഒരു ടീച്ചറിനെ സസ്പെൻഡ് ചെയ്തിട്ടായിട്ട് പിന്നെ അവര് പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കണ്ടെന്ന് BJP നിലപാടെടുത്തതാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. ആക്ച്വലി നമ്മളൊരു സമാധാനകരമായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് ഞങ്ങൾ പോയത്. ഞങ്ങളൊരു 10-15 പേര് മാത്രമാണ് പോയത്. പക്ഷെ ആ വിഷയം ഇത്രേ ടേക്കപ്പ് എടുത്തത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ അണികള് കൂടുതലായിട്ട് പ്രചരിച്ചതാ. അപ്പൊ അങ്ങനെ സമയത്താണ് മുസ്ലിം ലീഗിന്റെ അണികൾക്ക് പേടിച്ചുകൊണ്ടാണ് പോലീസുമാർ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തു. ആക്ച്വലി അറസ്റ്റ് ചെയ്യുന്ന ഒരു തെറ്റുകൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ മുദ്രാവാക്യം മാത്രമാണ് വിളിച്ചുകൊണ്ടുണ്ടായത്. അപ്പോ അങ്ങനെ ഞങ്ങള് പ്രവർത്തകന്മാരെ കൊണ്ടുപോയത് കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് വീണ്ടും നടത്തി. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിലും പോലും ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. അതിൽ ഏതൊരു വിട്ടുവീഴ്ചയില്ല. സസ്പെൻഡ് ചെയ്ത ഓർഡർ തിരിച്ചെടുക്കുന്നിടത്തോളം BJP സമരത്തിന്റെ രംഗത്തിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സസ്പെൻഡ് ചെയ്ത ആ ഒരു നടപടി, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഏറ്റവും കാലം കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചത് വീർ സവർക്കർ തന്നെയാണ്. ഈ ഒരു ചോദ്യോത്തരത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് എന്ത് കാരണം കാണിച്ചിട്ടാണ്? അത് ആന്റി നാഷണലിസം ആണ്. ഞാൻ പറയട്ടാ, ഈ നമുക്ക് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ഭരിക്കുന്നതും LDF പിന്നെ UDF ആണ്. അവർക്ക് നമ്മളെ രാഷ്ട്രത്തിനെ പ്രേമിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വർക്ക് എടുക്കുന്ന ആൾക്കാരെ കണ്ടേ കാണില്ല. പിന്നെ വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു മഹാൻ വ്യക്തി ഇവിടുന്ന് സ്വതന്ത്ര പോരാളി ആയിട്ടുണ്ടായിരുന്നു. അത് ആ ഹിസ്റ്ററി തന്നെ ഒരാൾക്കും നമുക്ക് അത് തിരുത്താൻ പറ്റുന്നില്ല. പക്ഷേ വീർ സവർക്കറിന് പേര് കേൾക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗുക്കും അതേപോലെ LDF-കാർക്കും അവർക്ക് കത്തുന്നതാ. അപ്പൊ അവർക്ക് ഇന്നലെ ചോദ്യം പ്രശ്നമല്ല, അവർക്ക് ആക്ച്വലി അത് ഉണ്ടായത് അവിടുത്തെ ആൻസർ VD സവർക്കർ എന്ന് വന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിന്റെ പേരിൽ
മുസ്ലിം ലീഗിന്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തത് അത് ഒരിക്കലും BJP സഹിക്കുന്നില്ല. വീണ്ടും വലിയ തരത്തിൽ നമ്മൾ അത് മുമ്പോട്ട് പ്രൊട്ടസ്റ്റ് മുമ്പോട്ട് നമ്മൾ പോകും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീർ സവർക്കറിന്റെ ഒരു പ്രശ്നോത്തരിയിൽ ഒരു ക്യൂസ്പിൽ ചോദ്യം വന്നു എന്നുള്ള പേരിൽ ഒരു അധ്യാപകനെ ഗുരുപ്രസാദ് മാസ്റ്ററിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം വന്ദേ മാതരത്തിനെതിരെ ഇവർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. പലപ്പോഴും വന്ദേ മാതരം മുഴുവനായി പാടാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിയമം നിലവിലുള്ളപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആ ഒരു നടപടികളെ മാഡം എങ്ങനെ കാണുന്നു? രാജ്യദ്രോഹമാണ് ഇവർ ചെയ്യുന്നത്. ആക്ച്വലി നാഷണൽ സോങ് ഫുള്ള് പാടണം. ഞങ്ങൾ ഈ ഭാരതത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള ഭാരതത്തിന് റെസ്പെക്ട് കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തേ പറ്റൂ. അപ്പോ ആ വന്ദേ മാതരം സോങ് പാടുന്നില്ല എന്നാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഭരണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ എതിരായിട്ടാണ് ഇവർ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. രാജ്യദ്രോഹികളാണ്. അപ്പൊ അവർക്ക് ഭാരതത്തിന്റെ അണികളല്ലേ, അപ്പൊ ഭാരതത്തിലല്ലേ ഉള്ളത്, അവർ വേറെ എവിടെയെങ്കിലും അവർ പോയിട്ടുണ്ടാ? അപ്പോ അതാണ് നമ്മളിപ്പോ പറയുന്നത്. നമ്മളെ രാഷ്ട്രത്തിനും രാജ്യത്തിനും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഓപ്പോസിഷൻ ലീഡർ. പക്ഷെ അദ്ദേഹം എപ്പോഴെങ്കിലും നമ്മളെ ഭാരതത്തിനെ കുറിച്ചൊരു നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം എവിടെ പുറത്തു പോയെങ്കിലും പോലും ഭാരതത്തിനെ ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. അതേ രാഹുൽ ഗാന്ധിന്റെ അണികളും പോലും അതേ ഇന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അന്ന് 79 years ബാക്ക് ബ്രിട്ടീഷ് വന്നിട്ടായിട്ട് എങ്ങനെയാണ് ഈ ഭാരതത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെയാണ് ഇപ്പോ വീണ്ടും ഈ UDF സർക്കാർ വന്നിട്ടായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുള്ളത്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, LDF ആവട്ടെ UDF ആവട്ടെ, കാവി കാണുമ്പോഴും അവർ നാളെ പറയും ഇത് BJPയുടെ കളറാണെന്ന് പറയൂ. അപ്പോൾ ട്രൈക്കളർ നമ്മളെ നാഷണൽ ഫ്ലാഗിൽ കാവി ഉള്ളത് ഇനി നാഷണൽ ഫ്ലാഗും കൂടി ഉയർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന വാക്കുകൾ പോലും പറയൂ. ഇതിലൊരു സംശയമില്ല. അപ്പൊ അവർക്ക് പ്രശ്നം BJP ആണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പൊ അത് നമ്മൾ ഒരിക്കലും BJPക്കാർ വിട്ട് കൊടുക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ മാഡം, കാസർഗോഡ് ഒരു അവസ്ഥ എന്ന് പറയുന്ന മുസ്ലിം ലീഗും ഒരു ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ BJP നേരിട്ട് തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനോട് ചേർത്ത് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം ഇതിന്റെയൊക്കെ പിന്നിൽ, ഈ തീരുമാനങ്ങളുടെയൊക്കെ പിന്നിൽ എത്രത്തോളം ഉണ്ടെന്നാണ് മാഡം കരുതുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞത് രാജ്യദ്രോഹത്തിന് വർക്കാക്കുന്നത്. അവർക്ക് ഈ ഇന്ന് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് VD സതീശൻ അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പൊ ആ ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ ഉണ്ട് എന്ന് അതിൽ ഒരു സംശയമില്ല. സോ അതുകൊണ്ടാണ് ഈ രാജ്യത്തിനെ ദ്രോഹിക്കുന്ന വർക്കുകളാണ് ഇപ്പൊ ഇവിടുന്ന് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അവർ കൊടുക്കുന്ന ഓർഡറാണ് ഇവരിപ്പോ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചോദ്യവും കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ നടന്ന സമരവും അതിന്റെ പിന്നാലെ ഉണ്ടായിട്ടുള്ള ബഹളങ്ങളും എല്ലാം വിവാദങ്ങളും എല്ലാം നിലനിൽക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ മാതാവിനെയും കുടുംബത്തിനെയും ഒക്കെ വളരെ നീചമായ ഭാഷയിൽ അപമാനിച്ചവർ കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പുറത്തു നടക്കെ ഇന്നലെ TG മോഹൻദാസ് സാറിന്റെ കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്, TG മോഹൻദാസ് സാറിന്റെ അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളെല്ലാം നിൽക്കട്ടെ, ഈ നടപടികളെ എങ്ങനെ വേർതിരിച്ച് കാണുന്നു? ഞാനത് ജന്തർ മന്തറിൽ ഞങ്ങൾ ആയിരക്കണക്കിന്റെ ആൾക്കാരാണ് അവിടെ പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു 10% മാത്രമാണ് യഥാർത്ഥ സ്റ്റുഡൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും നിങ്ങൾക്കറിയാലെ നാട്ടിന്ന് ഭാരതത്തിന് പുറത്തുള്ള ആൾക്കാർ ഇവിടെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ പൈസയും ചെലവെല്ലാം കൊടുത്തുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ നമ്മളെ പ്രധാനമന്ത്രിയെ നമ്മളെ രാജ്യത്തിനെ ദ്രോഹിക്കുന്ന രീതിയിലും പിന്നെ ആ പ്രധാനമന്ത്രിന്റെ അമ്മയെ കുറിച്ച് റോങ് ആയിട്ട് സംസാരിച്ചത് നമുക്കെല്ലാം കണ്ടതാണ്. നമ്മളിപ്പോ കേരളത്തിൽ ഉണ്ടായ ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇന്നലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ TG മോഹൻദാസ് ജി ഇത് അഭിപ്രായ സ്വതന്ത്രമാണ് പറഞ്ഞത്. അദ്ദേഹം എവിടെ മോദിജിക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചൊന്നും പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ പാടന്നെ ഇവർക്ക് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇവിടുന്ന് ഞാൻ നേരത്തെ ഇത് ജന്തർ മന്തറിൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടുന്ന് ഐക്യത അർപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് VD സതീശൻ ഓടിപ്പോയി. അതേ VD സതീശന്റെ മൂക്ക് ഭാഗത്ത് നിന്നിട്ടുള്ള ട്രിവാൻഡ്രമിന്റെ കളക്ടറേറ്റിൽ PS-ന്റെ കുട്ടികൾ 35 days ആയിട്ട് അവിടെ സമരം ചെയ്യുന്നുണ്ട്. ഹങ്കർ സ്ട്രൈക്ക് നടത്തുന്നുണ്ട് ഒരു ടീച്ചർ. എത്ര ദിവസം? 11 ദിവസമായി. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ദിവസം പോലും VD സതീശനക്ക് അവിടെ പോവാനായിട്ടില്ല? അപ്പൊ എനിക്ക് ചോദിക്കുന്നുള്ളത്,
രാജ്യത്തിന്റെ എതിരായിട്ട് ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടിട്ട് പോകും. ഇതേ ഇപ്പൊ ജാർഖണ്ഡിലെ സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, കേരളത്തിലെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അപ്പൊ ഇത് ക്ലിയർ ആണ്, ഇത് രാഷ്ട്രദ്രോഹി വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഇവിടുത്തെ UDF മുസ്ലിം ലീഗിന്റെ ആൾക്കാർ സാത്ത് കൊടുക്കുന്നത്. അതാണ് ഇങ്ങനെ ഇപ്പൊ വിഷയങ്ങൾ ഇങ്ങനെ വരുന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ നന്ദി മാഡം. എന്തായാലും പ്രതിഷേധങ്ങൾക്ക് എല്ലാ പിന്തുണയും തത്വമയി ന്യൂസിൻ്റെതായിട്ടുള്ളതുണ്ട്. ഓക്കെ താങ്ക് യു സോ മച്ച് മാഡം. വീർ സവർക്കർ വിഷയം, വന്ദേമാതരം, TG മോഹൻദാസ് സാറിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റ്, അതിലെ ഇരട്ടത്താപ്പ്, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനി ML ആണ് നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ ഈ പ്രതികരണത്തിൽ കൂടുതലൊന്നും നമുക്കിതിനോട് കൂട്ടിച്ചേർക്കാനില്ല. കാരണം വളരെ വ്യക്തമായി തന്നെ ശ്രീമതി അശ്വിനി ML ഈ വിഷയത്തിനെ സംബന്ധിച്ച് പ്രതികരിച്ചു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് നമുക്കറിയേണ്ടത്. കാരണം അങ്ങനെയാണ് ഈ സംവാദങ്ങളും വിവാദങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിവാദമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാദവിവാദങ്ങളാണ്, അല്ലാതെ അതിന് മറ്റൊരർത്ഥമില്ല. അപ്പോൾ ഈ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെയധികം പ്രയോജനപ്പെടും. അത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.